ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ശ്രീ മോഹൻലാലിനാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം രണ്ടാമതായി ഈ പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ. അടൂർ ഗോപാലകൃഷ്ണൻ ലഭിച്ചത് 2004 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 10 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ഈ പുരസ്കാരം 1969 മുതലാണ് നൽകി തുടങ്ങിയത്. 102 വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായത് കൊക്കുച്ചി അക്കുസാവയാണ്. ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പാ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് 2025 സെപ്റ്റംബർ 20. സെപ്റ്റംബർ 12 ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസാണ് INS ആരാവലി. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ ആണ്. ജപ്പാനിലെ ടോക്കിയോ ആണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരെന്ന് ചോദിച്ചാൽ സെബാസ്റ്റ്യൻ ലെക്കേർണു ആണ് ഫ്രാൻസ് പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. സെബാസ്റ്റ്യൻ ലെക്കേർണു. 2024 ആഗസ്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം തിരുവനന്തപുരം സൗത്ത് എന്നാക്കി മാറ്റിയ റെയിൽവേ സ്റ്റേഷൻ നേമം. അപ്പം തിരുവനന്തപുരം സൗത്ത് നേമമാണ്, ഓർത്തിരിക്കുക, തിരുവനന്തപുരം സൗത്ത് നേമം. 2024 ആഗസ്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം തിരുവനന്തപുരം നോർത്ത് എന്നാക്കിയത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. അപ്പം തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളിയാണ്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.